മഴയൊക്കെ പെയ്ത് സെറ്റായി. മഞ്ഞ, നല്ല മഞ്ഞുണ്ട്. രക്ഷയില്ല മഴ കൊണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഒറ്റ വെയിലടിക്കും പോണം. ഇതാ അതിനകത്ത് മെയിൻ ആമ്പട്ടി. അതും ആ ചെറുത് മാത്രമേ ഉള്ളൂ ആമ്പട്ടി. ചെല്ല് കടിക്കുന്നു കേട്ടോ മക്കളെ. അതിനാ ഏറ്റവും കലിപ്പ കറുപ്പ്. നമ്മുടെ വണ്ടി തന്നെ അല്ലേ? നോട്ടം കണ്ടോ? വെള്ളത്തിൽ ചെയ്യുന്നുണ്ട്. അയ്യോടാ മോൻ്റെ കട. ഇവരൊന്നും പോകാതില്ല തന്നെ ഇവിടെ. ഓ അത് കുറച്ച് കഴിയുമ്പോൾ പോകും. ഇച്ചിരി വലുതാകുമ്പോൾ. അന്ന് 3 എണ്ണം മറ്റേത് അതുങ്ങൾ എത്ര നാൾ വേണം. വലുതായി കഴിഞ്ഞപ്പോൾ ഒറ്റ എണ്ണത്തെ കാണാൻ പറ്റില്ല. ആ ഒരെണ്ണം കേട്ടോ കാലിന് വിഷയമുള്ള
വെള്ളയോ? അല്ല, അതിൻ്റെ അടുത്ത് തൊട്ടടുത്തിരിക്കുന്നത്. അതിന് കാൽസ്യത്തിൻ്റെ കുറവാണ്. അയ്യോ കുഞ്ഞത്. അത് ഏറ്റവും കുഞ്ഞ്. ചിപ്പന്മാരിവിടെ പമ്മി കഴിഞ്ഞ ഒരു ഭയങ്കര. ഇവരുടെ കളിക്ക് വരുന്നത് മുറിക്കൊക്കെയാ. കാണാൻ ഭയങ്കര മുറിക്ക. വെള്ളയാണ് ഓടി ഇരുന്നത്. അതെങ്ങനെ അവിടെ കയറി? പോവല്ല, നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കയറിപ്പോയാൽ വേണ്ട. പുട്ടുണ്ടാക്കാൻ വേണ്ടി ഗോതമ്പ് പുട്ടും കടലക്കറിയും. ഞാൻ പുട്ടുണ്ടാക്കാണ്ട് ഇളം ചൂട് വെള്ളത്തിൽ ഇങ്ങനെ കുഴച്ചിട്ട് മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കും. അപ്പോൾ നല്ല സോഫ്റ്റായി നല്ല പൊടിഞ്ഞ് വരും. ഇന്നത്തെ മഴയെല്ലാം കഴിഞ്ഞ് നല്ല സുഖം നിൽക്കാനിവിടെ. പാക്കരോ പാക്ക് ട്രാ മൈൻഡ് വരില്ല. പുട്ടുണ്ടാക്കട്ടെ. വിശക്കുന്നു. മാത്രമല്ല കടലക്കറിയുണ്ട്. ഇതിനകത്ത് നിന്ന് അടുപ്പിൽ നിന്ന് ചൂടുവെള്ളം ഒഴിച്ചിരിക്കുവാണെങ്കിൽ അത്രയും കൂടെ ഗ്യാസ് ലാഭം. മിക്ക കാര്യങ്ങൾക്ക് ഇപ്പം അങ്ങനെ ചെയ്യും. സാമ്പാറിന് നല്ല ചൂടുവെള്ളം ഒഴിക്കും. പുട്ടാണോ? പുട്ട്. ആ ഒരു വീക്കം ഉണ്ടല്ലോ കുഞ്ഞ്, ഇങ്ങോട്ട് നോക്കിക്കേ. പുട്ട് തന്നെ കറി. ഈ വീക്കം വല്ലിൻ്റെ തന്നെ. വെച്ചു ഉപ്പുമാവും പാചകം. ഇങ്ങോട്ട് നോക്കിക്കേ. അതല്ല 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 അങ്ങോട്ട് തിരിഞ്ഞേ. ആ അടുത്ത പല്ലിന് പണി കിട്ടിയെന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ പൊന്നെ, ഇവിടെ വേദന ഉണ്ടോ? ഉണ്ടോ? പുട്ട് തന്നെ കറി. വേദന ഇല്ലാതെ ഇപ്പം എന്നാന്ന് പറയും? കിടന്ന് ഉറങ്ങേൻ്റെ ആണോ? ഇത് പല്ലിൻ്റെ അല്ലേ ഏട്ടാ? കാണാൻ പറയാം. വേദന വിഷയമില്ലെന്ന് പറഞ്ഞാലും പല്ലിൻ്റെ പണി കിട്ടിയെന്ന് അറിയണമല്ലോ. പുട്ടിൻ്റെ കറി കടലക്കറി. ഇതെന്നാ കാണിക്കുക? അവിടെ തടങ്ങിയിരിക്കുകയല്ലോ എനിക്ക്. പട്ടിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ മേടിച്ച് കൊടുക്കാൻ പറഞ്ഞ് രാജലക്ഷ്മി ആൻറ്റി കുറച്ച് പൈസ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തീറ്റ മേടിക്കാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആമസോണിൽ നിന്നായത്. ഇവിടെ ഇച്ചിരിയും കൂടെ വില കൂടുതലാണ് കടയിൽ. അതുകൊണ്ട് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം വരും. കുട്ടിക്ക് അത് കഴിക്കേ. വെക്കാം, ഇത് കഴിക്കാതെ. മുട്ട മേടിച്ചതാണ്. രാജലക്ഷ്മി ആൻറ്റി മുട്ട വരാൻ പറഞ്ഞു കൊച്ചിന് രാവിലെയും വൈകിട്ടൊക്കെ. ഇപ്പം എടുക്കല്ലേ, ചൂടാ കേട്ടോ. കുരുമുളക് പൊടിയും കൂടെ ഇട്ടാലാണ് മുട്ടയ്ക്കൊരു രുചി ഉണ്ടാവത്തുള്ളൂ. ചൂടാ, നീ പുട്ട് തിന്നെ, അപ്പോഴത്തേനായി തണുക്കും. മുട്ട ഇതിപ്പോ അപ്പം മേടിച്ചതാ. എന്നാ ഇവിടെ ഉണ്ടായിരുന്നല്ലോ മുട്ട. വേണ്ടേ? വേണേ പാടി.
പഠിക്കുമായിരുന്നോ? കാറ് മേടിക്കോ? കാറ് ഞാൻ എയർപ്ലെയിൻ നീ അല്ല, നിനക്ക് ഗിഫ്റ്റ് കിട്ടുതരേ. A+, ഫുൾ A+ ആണ്. കാർ മേടിച്ചു തരാമെന്ന് പറഞ്ഞത്. പക്ഷെ നാളെ എനിക്കതൊരു പ്രചോദനം ആയിരുന്നു. എല്ലാം കഴിച്ചോ? നീ പട്ടിയല്ല, നീ കഴിച്ചോ? പോയി കൈ കഴിക്കും. പട്ടിയൊക്കെ പൊക്കോളും, നീ പൊക്കോ. താഴത്തെ വീട്ടിലെ പുള്ളി ഇന്നലെ വെള്ളം ഇങ്ങോട്ട് കുത്തിവിട്ടോളാൻ പറഞ്ഞുകൊണ്ട് അവരുടെ പുറത്ത് വീഴുന്നതും കൂടെ നമുക്ക് കുളത്തിലോട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലൊരു മഴ പെയ്താൽ നിറയും. ഇതിൽ കൂടെ മാത്രമാണ് വലിയ പാടായിരുന്നു. ഇപ്പം വലിയ വെള്ളം കുറച്ച് ഒരു ശകലം വെള്ളം കിട്ടി ഇന്നലെ. ഇന്നിപ്പം നല്ല മൂടലുണ്ട്. ചിലപ്പം ഇന്ന് പെയ്യുന്ന മഴയ്ക്കൊക്കെ വെള്ളം നല്ലതായിട്ട് കിട്ടും. നേരത്തെ ആദ്യത്തെ മഴയായിരുന്നുകൊണ്ട് അത്ര ഒരു ചിരിക്ക് പന്നവെള്ളമൊക്കെ ആയിരുന്നല്ലോ. ദൂരെ മഴവില്ലിൻ പിന്നെ പാലെടുക്കണേ. അതെടുക്കാൻ വേണ്ടി ആരും ഇതിനും പോയില്ല കുട്ടിയെ. ചേട്ടാ സത്യമായിട്ട് ഞാൻ ഇന്നലെ ചേട്ടാ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മഴയെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടാണ് മഴ പെയ്തത്. ഇതല്ലെങ്കിൽ ദേ മഴ വന്നു, ദേ പൊടിഞ്ഞു, ദേ ഇവിടം വരെ വന്നു, ഇനി കുറച്ചുകൂടെ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരിക്കലും മഴ ഇവിടെ പെയ്യാറില്ല. അതുകൊണ്ട് ചേട്ടാ ദയവ് ചെയ്ത് അതിനെക്കുറിച്ച് ചിന്തിക്കരുത് കേട്ടോ. സാധ്യമാ കേട്ടോ. കേട്ടോ, ബൈ. നമ്മൾ അപ്പം കയറി ഇറങ്ങിപ്പോയതാ മോനെ. ചേച്ചാച്ചി ഉച്ച കഴിഞ്ഞ് 3 മണി കഴിഞ്ഞ് വരുമായിരിക്കും. ചേച്ചാച്ചി അവിടെ പോയതാണോ? ചേച്ചാച്ചി ഇങ്ങോട്ട് വരുമല്ലേ? അപ്പം പോയത് കടയിൽ പോയി. ചേച്ചാച്ചി കൊണ്ടുപോകാനുള്ള സാധനമൊക്കെ മേടിക്കണ്ടേ? ആ എന്റെ കൊച്ചിന്റെ ഇച്ചിരി നീര് കുറയുന്നുണ്ട് കേട്ടോ. ആന്നേട്ടാ മോനെ, നല്ല സുന്ദരി പൊട്ടൊക്കെ തൊട്ട്. ആരെ പോലെയാ? വരും. മോനിപ്പോ ആരെ പോലെ ഇരിക്കുന്നേ? ചമ്മിപ്പോയി ഞാൻ, സോറി. അളിയൻസിലെ തക്കൂട് ആൺകൊച്ചല്ലേ? ശാംഭവി ആൺകൊച്ചാണോ? ഓ ആയിക്കോട്ടെ. എനിക്ക് ആൺകൊച്ചില്ലാത്തതിനുള്ള വിഷമം ഇനിയില്ല. ശ്യാമളമ്മ ആരാ? നാരായണി ഭയങ്കര പഠിപ്പീരാണ് ശ്യാമളമ്മ. ഇന്നലെ ശ്യാമളമ്മ ഇല്ല സമയത്ത് എന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവള് പറയുന്ന അവളും കൂടെ പഠിക്കുമെന്നാ. എന്നിട്ട് ഭയങ്കര പഠിപ്പീരാണ്. അവള് പഠിപ്പിക്കുവാണ്. ആൺപെണ്ണോ? അവള് പെങ്കൊച്ച്. ആ ശരി, ഞാനായിക്കോട്ടെ. എന്നിട്ട് ശ്യാമളമ്മ ഇങ്ങനെ ബലിയാടായിട്ട് അവിടെ നിന്ന് കൊടുക്കുകയാണ്. ഇപ്പൊ കണ്ടോണേ. അവള് ശ്യാമളമ്മ നിങ്ങളുടെ ക്ലാസ്സിൽ ഉറങ്ങുന്ന പിള്ളേരെ എന്താ ചെയ്യുന്നത് ടീച്ചർമാര്? അടിക്കും. അടിക്കുമൊന്നും വേണ്ട, പക്ഷെ വഴക്ക് പറഞ്ഞു. ചോക്ക് ഇവിടെ ഇല്ല. അമ്മ എടുത്താ ഉറങ്ങുന്ന എന്നത്തിനാ? എന്നാ ആലോചിച്ച പറ. GST ആയിരുന്നു 3 പറഞ്ഞേ. പറ. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്നെ CGSTയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ SGSTയും പിന്നെ അന്തർദേശീയ, അതായത്
ദേശീയമല്ല, അതായത് 2 സംസ്ഥാനങ്ങൾ തമ്മിൽ നടത്തുന്ന ഈ നികുതിയുടെ പരോക്ഷമായിട്ട് എന്തോ മനസ്സിലായില്ല. പറഞ്ഞു കൊടുക്ക. അപ്പം ഒരു കാര്യമാണ്, തിരിച്ചും കൂടെ ചോദിക്കണം ടീച്ചറിനോട്. ടീച്ചറോട് ഞാൻ പറഞ്ഞു, ടീച്ചറിനോട് തിരിച്ചു ചോദിക്കണം. കാരണം എക്സാം എഴുതുന്നത് ടീച്ചറാണല്ലോ, അപ്പം കുട്ടിയല്ലല്ലോ. അപ്പം ഈ എക്സാം ടീച്ചറിന്റെ എക്സാം ആണ് അല്ലേ? ടീച്ചർമാർക്ക് എക്സാം ഒക്കെ ഉണ്ടല്ലോ. അപ്പം എടി ശാമ്പവിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാ, മറ്റേ ആരാണ്ട് എന്തോ എഴുതിയെന്ന് പറഞ്ഞേ. GST അല്ല. ഓണമുട്ട് താര എഴുതിയേ. ഓണമുറ്റത്ത് കിട്ടി കിട്ടി വൈരാപ്പള്ളി ശ്രീധരൻ മേനോൻ. അടുത്തത് കൊച്ചു ചക്കരിച്ചി. കൊച്ചു ചക്കരിച്ചി. അതാരാ എഴുതിയേ? കൊച്ചു ചക്കരിച്ചി. ഏറ്റയോ ഉദയഭാനു. AK ഉദയഭാനു. ഓക്കെ. മിടുക്കി. അമ്മത്തൊട്ട്. അമ്മത്തൊട്ടിൽ ആരാ എഴുതിയേ? ആരെഴുതിയേ? കിട്ടി കിട്ടി. കിട്ടി. സുകുമാർ അരിക്കോട്. സുകുമാർ അഴിക്കോടാണോ അമ്മത്തൊട്ട് എഴുതിയാണോ? കിട്ടി കിട്ടി കിട്ടി. അല്ലല്ലോ. അല്ലല്ല, റഫീഖ് കറവത്ത്. മിടുക്കി. പ്ലാവിലൊക്കെ ഞാൻ എഴുതിയെന്ന്. തകിഴി ശിവശങ്കർ ശിവശങ്കർ. മിടുക്കി. പണയം അറിയാ അമ്മയുടെ? പറഞ്ഞു. അടുത്തത് അമ്മയുടെ എഴുത്തുകൾ. അതായത് മിടുക്കി. ഇവക്കുള്ള എല്ലാ അല്ലടി എല്ലാ ചാപ്റ്ററിലും ആരാ എഴുതിയേക്കുന്നെന്ന്, ആ പോയം ആരാ എഴുതിയേക്കെന്ന് പറയും. ഓരോ വിളിയും കാത്താരാ? UK കുമാരൻ. അടിപൊളി. മിടുക്കി. നീ ആരാ? സ്കൂളിൽ പോയി പഠിച്ചു വരുമ്പോ ഇതെല്ലാം സാമാമയെ പറഞ്ഞു കേൾപ്പിക്കണം. നമ്മുടെ അടുത്ത വർഷം കിട്ടി. ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആരാ എഴുതിയേ? ചിറ്റിപ്പൂജ. കിട്ടി കിട്ടി കിട്ടി. കൃഷ്ണപിള്ള. ചെത്തിപ്പുഴ കൃഷ്ണപിള്ളയോ? സോറി, കുട്ടിപ്പുഴ. എനിക്കറിയത്തില്ല. അവള് ചെത്തിപ്പുഴ എനിക്കറിയത്തില്ല. ഇനി അടുത്തത് തന്നെ കിട്ടി 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 കിട്ടി. കോഴിയും കിഴവിയും. കോഴിയും കിഴവിയും ആരാ എഴുതിയേ? സുകുമാർ ഹരിക്കോട്ട്. എടുക്കൽ. ഞാൻ അടുത്തത് പത്രനീതി. പത്രനീതി അതാരാ? അതാരെഴുതിയേ? അറിയത്തില്ല. എന്നാലും ആലോചിച്ചേ. എന്താ പിള്ളയാ? എന്നാ പിള്ളയെന്ന് എനിക്കറിയാം. പിള്ളയാന്ന് മനസ്സിലായി. പത്രനീതി ആരായിരുന്നു? അല്ലല്ല, ഇതിപ്പോ കോഴിയും കിഴവി എഴുതിയത് ആരാ? സുകുമാർ അരിക്കോട്. സുകുമാർ അഴിക്കോടാണോ കോഴിയും കിഴവി എഴുതിയേ? അല്ലല്ല, ശരിയാണ്. അല്ല, സുകുമാർ അഴിക്കോടല്ല, അത് വേറെ. സുകുമാർ അഴിക്കോടല്ലേ ഇത്? പത്രനീതി എഴുതി സുകുമാർ അഴിക്കോട്. അപ്പൊ ഇതാരെഴുതിയതായിരുന്നു? കോഴിയും കിഴവി എത്ര ആരെഴുതിയേ? മറ്റേ ബ്ലൂ, മറ്റേ ആകാശം. മറ്റേ സിനിമ ഇല്ലേ രാവണപ്രഭുവിനകത്ത് മോഹൻലാലിന്റെ പേര്? അല്ല, മോഹൻലാൽ. ബ്ലൂ പിള്ള അല്ല, നീലകണ്ഠ പിള്ളയാണോ? നീ അടുത്തത് പത്രനീതി. പത്രനീതി അത് ആരാ? നീ പറ. കുട്ടി അമ്മ പത്രനീതി. അതായോ? സുകുമാർ അരിക്കോട്. മിടുക്കൻ. അപ്പൊ പണയമല്ല, പണയെന്ന് വെച്ചാൽ മാമ വവള.
പണയം വള വെച്ചോ? മതിയോ? സത്യം. ഇനി അടുത്തത് കൊച്ചു ചക്കിരിച്ചി. അതെ ATM ഉദയഭാനു. ATM അല്ല, അവനെ ഏതിനാ ഉദയഭാനു പടി? ഉദയഭാനു. ആ മിടുക്കി. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം സ്കൂളിൽ പോകുമ്പോ എന്റെ കൊച്ച് എല്ലാം ഇതുപോലെ പറയും. ഇതിപ്പോ 10ാം ക്ലാസ്സിലല്ല പറഞ്ഞേ, ഇനിയിപ്പോ 1ാം ക്ലാസ്സിലെ പറഞ്ഞു ഞങ്ങള്. നാരായണ കൂട്ടുകാരുടെ പേര് കൃഷ്ണപ്രിയ. മാളു എല്ലാ നാരായണയുടെ കൂട്ടുകാരികളാ. എല്ലാ നാല് കുട്ടികളാ. ഓക്കെ, കൂട്ടുകാരുടെ പേരാണ് അനാമിക. ഒരു ദിവസമേ പോയുള്ളൂ, എന്നാലും പിള്ളേരുടെ പേരൊക്കെ അറിയാം. അതെ, നാരായണി പഠിപ്പിക്കുകയാണ് ശ്യാമളമ്മ. അപ്പൊ മോനും കേട്ട് പഠിച്ചോണേ. ശ്യാമളമ്മ തെറ്റ് പറയുന്നുണ്ടോ നോക്കണേ. നാരായണി. ഓക്കെ, ശരി. അപ്പോൾ വരുമ്പോഴേക്കും ഇതൊക്കെ തയ്യാറാക്കി വെച്ചില്ലെങ്കിൽ ഇപ്പോൾ കേൾക്കാം. ഓ അമ്മ അടച്ചിടമ്മേ. ആ പട്ടിയൊക്കെ കോഴിയെല്ലാം അങ്ങോട്ട് കയറിപ്പോവും. ഇതൊരു സാധനമാണ്, ഇത് നീ കറി വെക്കാം. കാണിക്കാ ഞാൻ കാണിക്കണം. ഒന്നുമില്ല, പുള്ളി സവാള. മുട്ട പനോടെ പോയി മുട്ട ഇങ്ങനെ അവളെടുക്കല്ലേ, ഇവളെടുക്കല്ലേ, കുഞ്ഞെടുക്കല്. ആ താങ്ക് യു. എല്ലാവരും സാധനമായിരുന്നു. എന്തുവാ ഓയിലോ? സ്പെഷ്യൽ ബീഫ്. അതൊന്ന് കാണാം, താഴെ പോയേ. അതായത് ആഹാ, ഞാൻ മലയാളത്തിൽ ആദ്യം പറഞ്ഞപ്പോൾ അത് കഴുകണേ പുറമേ. സൈഡിൽ വെച്ചേക്കായിരുന്നു, ആദ്യം എടുക്കണ്ടായിരുന്നു നാരായണി. സിപ്പപ്പിന് പ്രായമില്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്. നോക്കി സിപ്പപ്പ് തിന്നെ. ഷിപ്പപ്പ് നമ്മുടെ ഐസ് അതിപ്പോ ഇത് പഴുത്താലോ? പഴുത്താലെന്നല്ല, പഴയ. അതിപ്പം ശാംഭവി നോക്കട്ടെ. ബിരിയാണി തരുവാ? ആദ്യം സിപ്പപ്പ് കഴിക്കണോ? ബിരിയാണി കറി വെക്കണം. സിപ്പപ്പ് ഒരു കാര്യങ്ങളുണ്ട്. അമ്മ ബംഗാളിക്ക് എത്ര സാരി എടുത്തോണ്ടോ പോന്നെ? ഒരു 1, 2, 3 സാരി വേണം. അങ്ങോട്ട് പോകാനും അവിടെ ഇടാനും തിരിച്ചു വരാം. അവിടെ പിറ്റേ തിങ്കളാഴ്ച ഇട്ടിട്ടാണ് തിരിച്ചു വരുന്നത്. അല്ല, അങ്ങോട്ട് പോകുന്നതോ കൊടുത്തോണ്ട് കൊട്ടാരക്കര അമ്പലത്തിലൊക്കെ, ഗണപതി അമ്പലത്തിൽ കയറുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് അവിടെ നിന്നിട്ട് രാവിലെ ഒരെണ്ണം എടുത്ത് കൊടുത്ത് പോയി തൊഴുതേച്ച് വന്നിട്ട് അങ്ങോട്ടും പോകുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ വല്ലതും തോന്നുമോ? ചുരിദാർ എടുക്കാം. എനിക്കെടുത്തോ? പൈസ തരുവാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് തരാം. ഇത് ജയച്ചാത്തിന് എടുത്തു കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ എന്ത് കറപ്പ് എടുത്ത് കാണിക്കും ഇപ്പൊ തന്നെ. കറപ്പിടുവോ? അയ്യോ കാണിക്കുന്നു. അങ്ങനെ പറയരുത്, അപ്പൊ ജയമയ്ക്കിടാൻ പറ്റും. ഇത് എന്തിനാ ഇവള് പറയുന്നത്? അത് പിന്നെ ഇവക്ക് എടുത്തിടണം. ഇവള് പോയി ഞാനോ എന്താ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ? ഹലോ, ഇവള് അല്ലല്ല പറഞ്ഞാലും പറയാം. അമ്മ പറഞ്ഞു കറുപ്പ് ഞാൻ ഇടത്തില്ല പിന്നീട് എന്ന് പറഞ്ഞോണ്ട് കേട്ടോ. അല്ലാതെ അമ്മയ്ക്ക് ഇടുന്ന ചുരിദാർ പിന്നെ ചൂടത്തോ കറുപ്പിടാണോ പൊങ്കാല? അമ്മയ്ക്ക് ഇടുന്ന അമ്മയ്ക്ക് മേടിക്കുന്ന ട്രിപ്ലക്സിന്റെ ഒക്കെ ആയിരിക്കും. ഞാൻ ആ ട്രിപ്ലക്സിന്റെ ഒന്നും ഞാൻ ചെറുതാക്കത്തില്ല. പിന്നെ എന്റെ ഷോൾഡറൊക്കെ അങ്ങ് പോകും. ഇങ്ങോട്ട് നോക്കിയേ, അമ്മയ്ക്ക് മേടിക്കുന്ന ചുരിദാർ ഞാൻ എടുക്കത്തില്ല. ചിലപ്പോ അങ്ങേറ്റം പോയ ഷോളാണ്. എടി അത് അമ്മ എടുത്തോളം പറഞ്ഞു. ഞാൻ ആ കറുപ്പ് ഇടിയല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങോട്ട് നോക്കേ, എന്റെ അമ്മയുടെ അല്ലേ അങ്ങ് ഇടും. എന്തേ അത് കൊള്ളാം. അമ്മേ ചുരിദാർ ഇട്. ഈ സാരിയും വലിച്ചു കെട്ടിക്കൊണ്ട് ഈ ചൂടൊക്കെ ഭയങ്കര പാടാ. എനിക്ക് തരൂ. തിരിച്ചു മേടിക്കാന്നോ അമ്മ? സാരി ഇടാം. എന്റെ വീഡിയോ എടുക്കാൻ കേട്ടോ. ചേച്ചി വരും. എന്റെ അപ്പയുണ്ടല്ലോ, ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് എടുത്ത് കളയും. ഏകദേശം കറികളൊക്കെ ശരിയായിക്കൊണ്ട് വരാം. ഒരു കറി അടുപ്പയിൽ, ഇനി ഒരു കറിയും കൂടെ ഉണ്ടാക്കണം. ചേട്ടാ അങ്ങോട്ട്
ഒരു ബുക്കും കഴിഞ്ഞ ദിവസം ഒരു ബുക്ക് വന്നിട്ടുണ്ടായിരുന്നു സായിബാബയുടെ. അത് ഞാൻ കിടന്നുറങ്ങി കിടക്കുമ്പോഴേക്കും ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഈ ബുക്ക് എനിക്ക് തന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. എന്താ ഞാൻ എന്താ വെച്ചാൽ പറയാം, ഭയങ്കര ഒരു സന്തോഷം അത്ര തന്നെ, വേറൊന്നുമില്ല. അപ്പോൾ അതിതൊരു വായിച്ചിട്ടില്ല, വായിക്കണം. അപ്പോൾ അതേപോലെ ഒരു ബുക്കും കൂടെ വന്നിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഈ ബുക്ക് അങ്ങനെയൊന്നും വായിക്കുന്നതൊന്നുമില്ല, പക്ഷേ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വായിക്കുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള സാധനമാണ് സായിബാബയുടെ ഒരു ബുക്ക്. പിന്നെ ഒരു സീഡിയാണ്, പിന്നെ ഫോട്ടോസ് 2 അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ബുക്കും കൂടെ വന്നിട്ടുണ്ടെന്ന് ചേട്ടാ പറഞ്ഞേ. എല്ലാവരും ഒന്ന് വായിക്കണേ. ഇവിടെ ഒന്ന് വായിക്കാനായിട്ട് വെച്ചാൽ ഇപ്പോൾ ഒന്ന് വായിക്കാതിരുന്ന കേട്ടോ, ഈ ശാംഭവി എന്ന് പറയുന്ന ഈ കുഞ്ഞ് പെണ്ണുണ്ടല്ലോ, സമ്മതിക്കില്ല. ചിക്കൻ കറിയോ? ഇല്ല, അപ്പയേ അങ്ങോട്ട് താഴോട്ട് വരെ പോയതാ. ഞാൻ പറയായിരുന്നു ശാംഭവി. അയ്യോ ഇല്ലേ, എന്നാ പാട്ട് വെച്ചോ, ഞാൻ പോവാം. എന്നാ അപ്പോൾ വേറെ ഒരു ബുക്കും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, എന്തായാലും ഒരു സമാധാനത്തോടെ ഇരുന്ന് വായിക്കണം എനിക്ക്. അല്ലെങ്കിൽ എനിക്ക് ഈ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എനിക്ക് അതിലും വർത്തമാനം പറയുന്നു, അല്ലെങ്കിൽ ശബ്ദോ പോലെ എനിക്ക് ഒരു ശ്രദ്ധ കിട്ടില്ല. അപ്പം അതൊക്കെ ഒരു എന്താ പറയുക, ഇന്ന് ശാമ്പൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടോ ഒക്കെ ഇരുന്നിട്ട് വേണം ഒന്ന് വായിക്കാൻ. അതിലൊരു ബുക്കും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സന്തോഷം കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ അങ്ങനെ ബുക്സൊക്കെ വായിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറവാണ്, എല്ലാവരും ഫോണിനകത്തൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുക, അത് വായിക്കുക, അതൊക്കെ ഒരു സന്തോഷമാണ്. എൻ്റെ വായന കുറവുള്ള ഒരാളായിരുന്നു ഞാൻ. വായിക്കും പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ബാലരമ, പൂമ്പാറ്റ, ബോബനും മോളി ഒക്കെ. പിന്നെ അത് കഴിഞ്ഞൊക്കെ ഇതൊക്കെ വരുത്തൂല്ലേ, വനിത, അതൊക്കെ വീട്ടിൽ വരുത്തുമ്പോൾ ഒരു വായിക്കുമായിരുന്നു. അയാൾ വന്നു. എന്തോ ഏത് ബുക്കാ? ഇങ്ങനെ ഞാൻ പൊട്ടിച്ചോളാം. ഇതല്ല ആക്കരിക്കടയിൽ നിന്ന് കിട്ടിയ എന്തോ സാധനമാണല്ലോ. അഘോരി. അയ്യോ, ചേട്ടായിക്കുള്ളത് തന്നെ. അടിപൊളി. മഹാകാല രഹസ്യം, ശ്രീധരൻ നമ്പൂതിരി N. ഓക്കെ, അടിപൊളി. 2 ആഴ്ചയുള്ളൂ. കൊള്ളാം, വായിച്ചേ. അഘോരി. ഇതൊക്കെ നീയും കൂടെ ഇത് വായിക്ക്. വായിച്ചു വളരെ. എന്നാ സിംബ. നല്ല പച്ചക്കുന്നുണ്ട് ജി താമസിച്ചെന്ന്. പട്ടി അടിക്കാൻ വേണ്ടി താത്തട്ടേക്കുന്ന തുണി. വാടാവന്മാർ
ഇപ്പം മരുന്നില്ലെങ്കിൽ ഒരു പണിയുണ്ട്, ചെറിയ പണിയുണ്ട്. ഞാനിപ്പം വിട്ടുമില്ല. അതിൻ്റെ ഒച്ച കേൾക്കുമ്പോഴേ പാല് കുടിക്കുന്നതെന്ന് ഓർത്ത് വരുന്നു. ഇത് മറ്റേ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പോലെ വലിയ മറ്റേ ഈ എന്നാ കൊട്ടി ഇതില്ലേ എന്നാ ഇപ്പോൾ ചെണ്ട കൊട്ടി ഇങ്ങനെ പറയാമല്ലോ വലിയ സംഭവമൊക്കെ ഞാൻ ജയച്ചാച്ചി വന്നയോ ജയച്ചാച്ചി വന്ന് വാറിക്കൊണ്ട് വരും മറ്റേ സിനിമയ്ക്കകത്തൊക്കെ. ചെറിയ ചേട്ടനാണോ? ചെറിയ ചേട്ടനാണോ? ഇല്ല അവിടുന്ന് ഓട്ടോറിക്ഷയുടെ ഒച്ച കേട്ടപ്പോ തൊട്ട് കാർച്ചയായിരുന്നു. ജയച്ചാച്ചി വന്നേ. കണ്ണാടി മാറ്റാൻ പറഞ്ഞ കേട്ടോ കൊച്ച്. സന്തോഷം സന്തോഷം. കണ്ണാടി മറ്റേ കണ്ണാടി മാറ്റമേ കണ്ണാടി മാറ്റണം. മാറ്റമേ ഇത് കഴിക്കുന്ന കേട്ടില്ലേ? എന്താ എടുത്തേ? എന്താ എടുത്തേ? ഒന്നും അയലാണല്ലോ. കൈയിട്ട കാലം അത് ഇവിടെ ആ മറ്റേ പശയല്ലേ? ആ കൊച്ചു പക്ഷി അവിടെ തന്നെ ഇരിപ്പുണ്ട്. എണ്ണത്തിന് കീഴോട്ട് കയറ്റി വെക്കും. കാണും അവിടെ മുഴുവൻ തപ്പി ഞാൻ പിന്നെ ഉണക്കി വീഴും. ഉണക്കപ്പ ഉണ്ടായിരുന്നു ഇവിടെ. എടി കത്തിയൊന്നും പഴുത്ത എടുത്ത് തിന്നടിയാ. നീ എന്നതാടി കാണിക്കുന്നത്? ഞാൻ എടുത്തു തരാം. എന്നാടി ഇപ്പം അത് ജയച്ചാച്ചൻ കൊണ്ടുവന്ന കപ്പയും കൂടെ അതിൻ്റെ കൂടെ വെച്ചേര്. ഇത് മുടങ്ങി പോകും. അതാണ് സംഭവങ്ങളൊക്കെ നമുക്ക് ഇതായിട്ട് വേണം. പിന്നെ അമ്മ പറഞ്ഞിട്ടില്ല വിശന്നു കരിഞ്ഞു വന്ന് എനിക്ക് പൊങ്കാല ഇടണമെന്നൊന്നും അമ്മ പറഞ്ഞിട്ടില്ല. സാധാരണ ഇതിലെ കിടന്ന് അലമ്പുണ്ടാക്കുന്നത്. ഇന്ന് വെളുപ്പാങ്ങാലത്ത് ഭയങ്കര അംഗമായിരുന്നു. തള്ളയും മക്കളും എല്ലാം കൂടെ നമ്മുടെ മുറ്റത്ത് ഊഞ്ഞാലിൻ്റെ അവിടെ ആയിരുന്നു. ഇപ്പോൾ ഒറ്റ ഒരത്തിനെ കാണുന്നില്ല. എല്ലാം കിടന്ന് ഉറക്കമാണ് നട്ട. ആ വാള 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 വാ ഓടിയോ നാ വാ വേണ്ടേ? ഈ ഒച്ച കേട്ട് കഴിഞ്ഞാൽ പയ്യെ നൈസായിട്ട് പോകും. വാ ഇവിടെ 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 വാ.
ഒരു പെടുങ്കുണ്ട് അവനാണ് തിമുട്ടും. ഇച്ചിരി കാഴ്ചക്കുറവുള്ളതാണ്. അവൻ്റെ കാലും വയ്യ, കയ്യും വയ്യ. ആ പാത്രം കൊടുക്കും. എത്ര പേരുണ്ട്? 4 പേരേ ഉള്ളൂ. എണ്ണയുണ്ടോ? ആ അതെ, ആ അവിടുത്തെ മതി. പിന്നെ പിന്നെ ക്രീം കഴിഞ്ഞിട്ട് പോയി മുളിയാണോ? അമ്മമാർ ഉറക്കത്തിൽ നിന്ന് വന്നതുകൊണ്ട് വെളിവില്ല. ഈ തുണി എന്നാ പറ്റി? ഇതൊരു തീരക്കം നോക്കി വല്ലാത്ത വയ്യാത്ത അതിന് കാഴ്ചക്കുറവാണ്, അതുകൊണ്ട് അതിൻ്റെ കാര്യം അങ്ങനെ ഇരിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ഒരു നല്ലയുടെ വയറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ കാൽസ്യം കിട്ടാൻ? പക്ഷേ ഈ മണ്ണിനകത്തൊക്കെ ആയിട്ട് അതിന് ഈ ചെള്ളുണ്ടാകുമെന്ന് എനിക്ക് വെള്ളിയല്ല അതോടെ മാത്രം. നമ്മളതിനെ ഒറ്റ പ്രാവശ്യം കുളിച്ചപ്പോഴേ മൊത്തം ചെല്ലും പോകും. ഇതിനെ കുളിപ്പിച്ചാലും തള്ള വരുന്നതുകൊണ്ട് ചെള്ളു പിന്നെയും കയറും. അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം അതിനെ പിടിച്ച് ഒറ്റ പരിപാടി ചെയ്താൽ മൊത്തം ചെല്ലും പോയത്. ആരാക്കടിക്കുക? അത് വേറെന്താ? ഒന്നും കൂടെ മഴ പെയ്യുമായിരുന്നു നല്ലതായിരുന്നു. സാരി അങ്ങനെ താത്തിടല്ലേ, ഈ പട്ടികൾ വന്ന് വെച്ച് വലിക്കും ചുമ്മാ. അമ്മമാർക്കൊരു രസമാണ്. പല്ല് ഇത് ഒരുമാതിരി ആകുന്ന പട്ടികൾ ചുമ്മാ വന്ന് കടിക്കും. അത് സാരിയുടെ അറ്റം എല്ലാം പോവും. എൻ്റെ കയ്യിലും എല്ലാം അമ്മമാർ വലിച്ചു കുറച്ച്. എന്നാലും ഭാഗ്യത്തിന് ഇന്ന് വന്നിട്ടില്ല അതിൽ. പോയേടി. മഴ പെയ്യുന്നുണ്ട്. നടന്നു വരും. ഓട്ടോ ഏട്ടാ നടന്നു വരുള്ളൂ. ഈ മഴയത് സുഖമല്ലേ? നല്ല മഴ പെയ്യുന്നുണ്ട്. അടിപൊളി. നല്ല മഴയെന്ന് വെച്ചാൽ ഏകദേശം മഴ പെയ്യുന്നുണ്ട്. ആ ചേട്ടാ അല്ലേ? ഞാൻ കണ്ടു. അതെ വിളിച്ച് ഞാൻ കുടയോ കൊണ്ടുപോകാൻ പറഞ്ഞതാ. സ്പീഡിലങ്ങ് പോയതേ. മഴ പെയ്യുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലറിഞ്ഞോ? ആ ഒരുപാട് പെയ്യുന്നുണ്ട്. ഓക്കെ താത്ത അണ്ണാൻ പിടിച്ചതാ. മഴ പെയ്യുന്നുണ്ടെന്ന് പറയും വരുന്നു. ചേട്ടാ ഇങ്ങോട്ട് നനഞ്ഞു വരുന്നുണ്ടെന്ന്. അമ്മ അവിടെ പോയി നോക്കിയില്ല വെള്ളം വീഴുന്നിടത്ത്. ചേട്ടാ ആ സമയത്ത് നാളെ വരെ ഒന്ന് പോയതാ. അയ്യോ പോയി നോക്കട്ടെ. എന്നാലും എനിക്കൊന്നും ചെയ്യാനൊന്നും അറിയത്തില്ല. എന്തെങ്കിലും വെള്ളം വീഴുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാലും ഒന്ന് പോയി നോക്കിയേക്കാം. മാറടേ. വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ പിടിച്ചോ കുട്ടികളെന്ന് അങ്ങനെ പറഞ്ഞു കേട്ടോ. നമ്മൾ ഒത്തിരി ഇത് നോക്കി വിടുന്നതിൻ്റെ കാര്യമുണ്ടോ? വെള്ളത്തിൽ വെള്ളം തന്നെ. കാരണം ആ വഴി വരുന്ന വെള്ളമാണ് വന്നാലേ നമുക്ക് പ്രയോജനമുള്ളൂ. കുളം നിറയത്തുള്ളൂ. ഇങ്ങനെ വരുന്ന വെള്ളത്തിൽ പറയുന്ന പോലെ ചെറിയ വെള്ളം കിട്ടുമെന്നല്ലാണ്ട് ഒരു സംഭവം ഇല്ല. വീടുന്നുണ്ട് മതി ഉള്ളതായി. ഒരു ബക്കറ്റെങ്കിൽ ഒരു ബക്കറ്റ് അത് മതിയേ.
പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഓർക്കുമ്പോഴല്ലോ സത്യം പറഞ്ഞാൽ സങ്കടമാണ്. കാരണം ആറ്റിലാകെ നല്ല വെള്ളമില്ല. ഇങ്ങനെ ചെയ്താലും മതി, കുറച്ച് നേരം വേണമെന്നേ ഉള്ളൂ. ആറ്റിലാണെങ്കിൽ വെള്ളമില്ല. നേരത്തെ ഞങ്ങൾ കലക്കി കഴിഞ്ഞ വർഷം കലക്കിക്കൊണ്ടിരുന്ന കല്ല് പോലും കാണുന്നില്ല. കാരണം അതൊക്കെ മണൽ മൂടി പോയി. കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് ഇച്ചിരി കഷ്ടപ്പെട്ടാണ് കലക്കിയേക്കുന്നത്. വരുന്നുണ്ടെന്ന് തോന്നുന്നു സാധനം. അതുകൊണ്ട് എങ്ങനെയാണെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് മഴ പെയ്യുന്നത്. വരുന്നുണ്ടേ. ഈ ഒരു സാധനത്തിന് വേണ്ടിയാണോ താഴെ വരെ പോയത്? മഴ നനഞ്ഞ അമ്മായി വീരമരുമകന്റെ കഥ പറഞ്ഞു കൊടുക്കണി. അപ്പൊ വീരമരുമാനി ഈ ചെറിയ മെരിണ്ട അല്ലേ മേടിക്കേണ്ടത്? ഇച്ചിരി വലുത് മേടിക്കണമായിരുന്നു. എന്നാ ഇതുകൊണ്ട് പോവാം മരുമാനെ കൊടുക്കാൻ, അല്ല അരുമാമയെ കൊടുക്കാൻ. അമ്മമ്മയ്ക്ക് പൊങ്കാലിടാൻ വേണ്ടി നോയമ്പാണേ. അപ്പോൾ പിന്നെ അമ്മ ഇറച്ചി മീനൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞ് നിങ്ങളത് ഞാൻ കഴിക്കുന്നില്ലോ, അപ്പോൾ എനിക്ക് മെരിണ്ട മേടിച്ചുകൊണ്ട് വരണം എന്നിങ്ങനെ പറഞ്ഞു. അതിനു വേണ്ടി അത് പറഞ്ഞ് ചേച്ചൻ മേടിച്ചുകൊണ്ട് വന്നില്ല. അത് പറഞ്ഞ് മുഖം ഒന്ന് നൈസായിട്ടൊന്ന് വീർപ്പിച്ചു. അപ്പോൾ പിന്നെ ചേച്ചൻ പറഞ്ഞു എന്നാൽ പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഇതേ വരുന്നു. എന്താ എൻ്റെ ദൈവം അങ്ങനെ അങ്ങോട്ട് വിളിക്കുന്നു. എന്തിനാണോ അതോ അമ്മായിമ്മയായിട്ട് മല്ലടിക്കുന്ന കാണാൻ വേണ്ടിയാണോ? ഇതങ്ങോട്ട് മാറ്റി കടിക്കാട്ടാ. ഈ ഊഞ്ഞാല് ഉണ്ട്. ഊഞ്ഞാലും കൂടെ മാറ്റിക്കേ. ഞാനായിട്ട് വിളിക്കുന്നു. പക്ഷേ ആ പഞ്ച് ഇത് കൊള്ളാം. പക്ഷെ ആ മറ്റേത് വലുത് മേടിക്കുന്നതായിരുന്നു സുഖം. ഓ ഓക്കെ ആയിക്കോട്ടെ. എൻ്റെ പൊന്നെ ഇതെന്ത് പോയേ? ആ പിള്ളേർ കിടന്ന് ഉറങ്ങും കേട്ടാ. ഇതില്ലാതെ അമ്മ ഇന്ന് ചോറുണ്ടോ? ചോറുണ്ണാതിരിക്കണ്ട. സ്വന്തം മരുമോൻ അമ്മായിമ്മയ്ക്ക് വേണ്ടി വീരസാഹസികമായിട്ട് എന്തൊക്കെയോ. അതെ ആ ഫോൺ നനയും കേട്ടോ ചേട്ടാ. മഴയ്ക്കൊരു ശക്തിയില്ലല്ലേ? എങ്ങനെ നിന്നാ മതി. പക്ഷെ കുറച്ചേരം വീഴുന്നുണ്ട്. അതും കൂടി ഇല്ലാണ്ടേന്നോ. ആ പറഞ്ഞില്ലായിരുന്നല്ലോ. ആണോ നമ്മൾ? പക്ഷെ ഒറ്റ ആണോ നമ്മളെ എന്നുവെച്ചാൽ അവരുടെ പെരയ്ക്ക് വരണം മണ്ടേന്ന് ഇടുന്ന വെള്ളം അല്ലാണ്ട് നമുക്ക് കിട്ടാൻ നിറയത്തുമില്ല, ഒന്നും ആവത്തില്ല. ആ ഒറ്റ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കുളത്തിൽ വെള്ളം കിടത്തുള്ളൂ. നാരായണ ഉറക്കം വരുന്നു. ഞാൻ പറയുമായിരുന്നു ഉറങ്ങിയത് മതി, ഇനി കുറച്ചു നേരം ഇന്ന് പഠിക്കാൻ. ഈ വെള്ളം നിറഞ്ഞു പോകുന്നു. ഒരു നല്ല മഴ പെയ്ത് കിട്ടിയാൽ പിന്നെ ഇവിടെ രക്ഷപ്പെട്ടു. പിന്നെ മഴയായിരിക്കും. ഇന്നെന്തേ മഴ പെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയായിരുന്നു. ഇന്നലത്തെ പോലെ തന്നെ ഇന്നലത്തെ പോലല്ല. ഇന്നിപ്പോൾ ചെറിയ മഴയാണ്, പക്ഷേ നിന്ന് പെയ്യുന്നുണ്ട്. അതുകൊണ്ടും ഭൂമിയിലൊക്കെ നല്ലതായിട്ട് പറയുന്നതെല്ലാം തെറ്റിപ്പോകാനുണ്ട്. ഭൂമിയിലോട്ടൊക്കെ നല്ലതായിട്ട് വെള്ളം ഇറങ്ങുന്ന മഴയാണ്. മഴ ഉണ്ണി. സൂപ്പർ. പച്ച പടുതാക്കിയാ നീ പഠിക്കുന്നത് അല്ലേ? എല്ലാം ആവശ്യമുള്ള ബാക്കി എല്ലാം നോക്കിയോ? ഇത്ര പെട്ടെന്നോ? ഇന്നലത്തെ പോലെ തന്നെ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് മുമ്പ് തൊട്ട് മഴയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയത്. ഇപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. മേലത്തെ റോഡിൽ നിന്ന് താഴോട്ട് വന്നിട്ട് കുത്തിയവണ് വെടൽ ഒടിഞ്ഞു പോയി. കാരണം അറ്റാക്ക് വന്നപ്പോഴത്തേക്ക് പിന്നെ വണ്ടി ഇട്ടിട്ട് പോയെ. ആ പോയിട്ട് അത് ആ ഗ്രോസറി അങ്ങോട്ട് ഇപ്പഴേ തിരിയുന്നതിന്റെ ഇപ്പറേ മുള്ളുപുരിക്കൊക്കെ ഉണ്ട്. ഒരു സൈഡില് വല സൈഡില് മുള്ളുപുരിക്കുണ്ട്.
ആ മുള്ളുവീടിന്റെ സൈഡിൽ കൂടെ ഉറഞ്ഞിട്ട് ആ സൈഡിലെ മുള്ളുവീടിന്റെ സൈഡും എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് നാട് പോയത്. ആളും പോയി കിടക്കുക. അവിടെ നിന്ന് 2 പായ സാധാരണ തഴപ്പായില്ലേ, ആ പായ ഇട്ടിട്ട് പായലോട്ട് കയറ്റി കടത്തി കയറ്റിട്ട് 4 ബസ്സോടെ ആൾക്കാരെ പിടിച്ചു. പാ മുഴുവൻ പറയുന്നത് ആഴോട്ട് പോയി. കല്യാണം കഴിഞ്ഞ കൊച്ച് ഗർഭിണിയായിരുന്നു ഭാര്യ. പെണ്ണത് ഗർഭിണിയായിരുന്നു. പറമ്പിക്കാരറിയത്തില്ലേ, 31 ഒരു വയസ്സരാ. ആ വന്ന് യെസ്. അങ്ങനെ വണ്ടിയൊന്നും പരിചയല്ല. മഴ പെയ്തു പിന്നെ നല്ല മഴയാണ്. വലിയ കുഴപ്പമില്ല, ചുമ്മാ ചാറ്റില്ല. കുറേ നേരം ഉണ്ടായിരുന്നു, പയ്യെ സമയം എടുത്താ പെയ്തേ. ആ വേറത്തെ കഥ പറയുന്ന കഥ. അങ്ങോട്ട് കയറിക്കോ. ഐസ്ക്രീം പിള്ളേർ ആണോ? കൊടുത്തേക്കോ? ആ കൊടുത്തേക്കാം. ആ ഒഴുതി അവിടെ ഇരിപ്പുണ്ട്, അതങ്ങോട്ട് കയറിക്കോ. അങ്ങോട്ട് അതേണ്ട് അത് കൊണ്ട് കൊടുക്കുന്നു. ആ അവിടെ ഉണ്ടെന്നല്ല, ഇവിടെ ഉണ്ട് അവള്. പഴയ കഥ പറയുന്ന പണ്ടത്തെ മറ്റേ ആ അത് അതിന്റെ ബാക്കിയായിരിക്കും. രാജസ്ഥാൻ അവിടെ നിൽക്കണേ, അവിടെ നിൽക്കുന്നേ. ഇരിക്കാവോ? പിള്ളേർക്കാ, നിനക്കല്ല. പിള്ളേർക്ക് കൊടുത്തേക്കാം. പാൽ ഒഴിച്ച് ബാക്കിയല്ല നീ എടുത്തോ. ഐസ്ക്രീം ഉണ്ടോ നോക്കിയാണ്. ഇത് ബിസ്ക്കറ്റ്, അത് ബിസ്ക്കറ്റ്. 2 ബിസ്ക്കറ്റ് ഞാൻ കൊണ്ടുവിടെ. വേറെ ഇന്നോട്ടോ നീ പൊട്ടിച്ചു തരാം. പാലാട്ട് കൂടിനകത്തിട്ട് വെച്ചാലേ. രാജാട് ചിലപ്പോ അങ്ങോട്ട് ഉണ്ടെന്നാണോ? നിനക്ക് വാങ്ങിച്ചാ പിള്ളേർ വാങ്ങിച്ചേ. അത് അവളെ വിടുന്നുണ്ടോ? ഐസ്ക്രീം എടുത്തോ. ഐസ്ക്രീം തരാം. ശാമ്പോ ഐസ്ക്രീം ഐസ്ക്രീം ബിസ്ക്കറ്റും തരും, ഐസ്ക്രീം തരും. പോ. നമ്മള് പോകുക വരെ കാണുന്നുണ്ട്. ചെല്ലുമല്ലേ ശ്യാമള ജയുടെ കൂടെ പൊക്കോ. വേണം വേണം, ഇറങ്ങിപ്പോ. ഇവിടെ തന്നെയാണ് നീ? അയ്യോ അല്ല, എവിടെ? നിന്റെ അമ്മ തയ്ക്കുന്നുണ്ടോ? ചെറുതായിട്ട്. ശരി. ഇടയ്ക്ക് എൻ്റെ അസുഖമായിരുന്നു. ഷുഗറാ, പ്രഷറാ. ഞാൻ അസുഖം വന്നില്ല. സ്ട്രോക്ക് വന്ന പിന്നെ ഉണ്ടല്ലോ, അത്ര അത് ക്ലിയർ ആയിട്ടില്ല. പിന്നെ ഇങ്ങനെയെങ്കിലും ആയത് ഒരു അനുഗ്രഹം എന്നുള്ളൂ. എവിടെയും കിടന്നു പോയാലുണ്ട്, തീർന്നല്ല വല്ല. പിന്നെ കഴുത്ത് കടിക്കാനുള്ള മാർഗമില്ല. ആര് നോക്കാൻ ആർക്കും ആരുമില്ല. ഒരു 10 ദിവസം കഴിയുമ്പോൾ എല്ലാവരും സ്വഭാവം മാറും ഇല്ലേ? പിന്നെ ഉമ്മ പറയുന്നത് അങ്ങനെ. അയ്യോ ഒന്നും പറയണ്ട, നമ്മളെ ശ്രദ്ധക്കുറവുകൊണ്ട് വന്നാണ്. സിഗരറ്റ് വലിയ പ്രശ്നമായിട്ടില്ല. വലിയൊന്നുമില്ല, വലിയില്ല. വലിയ വണ്ടി നിർത്തുക. വെൽവിറ്റ് വലിക്കല്ലോ. അല്ല വെൽവിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന്. വെൽവിറ്റ് കോഴിമേലെ. ഓ അപ്പോൾ കുഴിച്ചിൻ്റെ എത്ര വർഷം മുമ്പാ? 40 വർഷമായി. അല്ല ഇവനെ കുഞ്ഞാന്ന് ഇവനുണ്ടോ? അല്ല ഞാൻ ഒരു സംശയം, ശരാബി ഇവനെ ആലോചിച്ചിട്ടുണ്ടോന്ന്? ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞ കേട്ടെ, നിനക്ക് 38 വയസ്സെങ്കിലും കാണും. 39. എന്നാ കാര്യം പറയാമോ? നിന്റെയും എന്റെ ശിവന്റെ കല്യാണം 2 ദിവസം അങ്ങോട്ട് വിളിക്കാം. നിന്റെ അപ്പനും അമ്മയ്ക്കും അറിയത്തില്ല നിന്റെ വയസ്സ്, അതിനറിയാം. ഇവനുണ്ടായ എല്ലാം അറിയാം. ഫാമിലി സർക്കിളിൽ എല്ലാവരും അറിയാം മൊത്തം.
അവിടെ കിടന്ന് കുറെ കളി കളിച്ചായിരുന്നു. ഒന്നര കളി. അയ്യോ, എന്ത് സുഖം. എന്താ ഏർമാണ് മണ്ടയ്ക്ക്. അത് ഇതിനേക്കാൾ സുഖമല്ലേ? അത് ഒത്തിരി മണ്ടയ്ക്കാ. ഈ മണ്ടയ്ക്കൊന്നുമല്ല, ഇതിന്റെ 10 മണ്ടയ്ക്ക്. കല്ലേണിയാണ് കല്ലേണി. ഇത്ര മണ്ട തോപ്പാറില്ലല്ലോ. ഞാൻ ഇതൊരു സുഖം അനുഭവിച്ചിട്ടുണ്ട് വയനാട്ടിൽ തമ്പച്ചനോടൊപ്പം. കേരളം ഭയങ്കര ഇഷ്ടം. അതൊരു സാധനം കേട്ടോ. ഇത് മരത്തലാണോ? അല്ലല്ലോ. അല്ല, ഇത് പൈപ്പല്ല. പൈപ്പാ പൈപ്പ്. അത് നമ്മുടെ വീടല്ലേ? മറ്റേത് കാടല്ലേ? മറ്റേ ഒതിരെ മോനം. പിന്നെ അന്ന് ഞാൻ ഹിപ്പിയായിരുന്നു അന്നത്തെ കാലത്ത്. ഭയങ്കര സുന്ദരനായിരുന്നു അപ്പോഴും. ആ, നല്ല സുന്ദരം. വെള്ളത്തിന് നല്ല ടിപ്പായിരുന്നു. ഇങ്ങനല്ലേ ഇരിക്കുന്നത്. ഇവിടുന്ന് ഞാൻ ഉള്ള കാര്യങ്ങൾ അവിടുന്ന് ഞാൻ കേട്ടോ ഉള്ള ചരിത്രം പണ്ട് നീ റെക്കോർഡ് ചെയ്താ. ഞാൻ ഗോരുത്തം കൊടുക്കുമ്പോഴത്തേക്ക് മേരി എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടായിരുന്നു. നമ്മൾ 27 കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനായിട്ട് ലോകിയായി. അപ്പൊ എങ്ങനെയുണ്ട്? സുന്ദരനാ? ഇവനത് എല്ലാം ഷൂട്ട് ചെയ്താ. ആ പെണ്ണുമായിട്ട് ലോകിയായിട്ട് എല്ലാം ഇങ്ങനെ മുന്നോട്ട് പോവുക. ഞങ്ങള് ലപ്പായി ഇങ്ങനെ പോവുക. അപ്പോൾ എന്നോട് ചേർന്ന് ഇറങ്ങുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇത്ര ഞാൻ ഇറങ്ങും. ഞാൻ എത്ര തിരിച്ചപ്പം വരും. ഞാൻ ഇന്ന ഇത്ര സമയത്ത് വരും. ഇവിടെ വന്നിട്ട് കോളേജിൽ പോകാതെ അവിടെ നിന്ന് ഞാൻ വന്നു. ഇവിടെ കണ്ടു. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി ചായ കുടിക്കാനുണ്ട്. ഞങ്ങളിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കാണ് എൻ്റെ അത് കേട്ടതാ, ഒന്ന് കേട്ടതാ. അതാ പറഞ്ഞ ഇവ റെക്കോർഡ് ചെയ്യുന്ന പിന്നെ ഇവന്റെ മുന്നിൽ ഒന്നും പറയാൻ പറ്റില്ല. ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ അത് വെച്ചിട്ട് ഉടനെ എയർലൈനിലുള്ളൂ. അത് അവിടെ നിന്ന് ഒന്ന് ഞങ്ങൾ ചായ കുടിച്ചപ്പോഴത്തേക്ക് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോനെ അവൻ ആ റെസ്റ്റോറൻറ്റ് വരുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഞാനും ഈ പെങ്കൊച്ചു കൊണ്ടുവന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവൻ അതിൻ്റെ അപ്പുറത്തോട്ട് മാറിയിരുന്നു. അവൻ ചായ കുടിക്കാനെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് ചെന്നിട്ട് അമ്മയോട് എൻ്റെ അമ്മയോട് ചെറുക്കനെ കെട്ടിക്കാറായി. അവന് പ്രായമായി. അവനെന്തെങ്കിലും കല്യാണം എല്ലാം കാണാനെങ്കിൽ ചെയ്തോളം പറഞ്ഞു. നീനാണെങ്കിൽ പറഞ്ഞ ഇന്ന് റെസ്റ്റോറൻറ്റ് വെച്ച് അവനെ വേറെ പെണ്ണും കൂടെ ഞാൻ കണ്ടു. ആ റെസ്റ്റോറന്റ് എവിടെ? മുണ്ടക്കത്ത്. എവിടെ? ഈ മുണ്ടക്കത്ത്. മുണ്ടക്കത്ത് ഏത് റെസ്റ്റോറൻറ്റ്? മുണ്ടക്കത്ത് ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. ഇതെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോഴത്തേക്കാണ് ഞാൻ കയറി ചെല്ലുന്നത്. ഞാൻ കയറി ചെല്ലുമ്പോഴത്തേക്ക് വീടിന് അത് എനിക്ക് വീടില്ല, എൻ്റെ അമ്മാവിൻ്റെ വീടാണ്. അത് ഞങ്ങളുടെ കുടുംബം 31 ഞങ്ങളുടെ കുടുംബം. ഞങ്ങൾ കയറി. അപ്പോൾ എനിക്ക് വെളിയിലൊരു കട്ടിലുണ്ട്. നമ്മൾ കയറുക, കറങ്ങുക, പോവുക, ഇതേ ഉള്ളൂ. ഞാനിങ്ങനെ വരുമ്പോഴത്തേക്ക് അവനെ ഒരു പെണ്ണുമായിട്ട് നടന്നുകൊണ്ട് കാപ്പിയൊക്കെ കുടിച്ച് ലഭിച്ച് ഇങ്ങനെ അടക്കുക. ഈ രീതിയിൽ പോയാൽ ശരിയാകില്ല. അതിനാടാ അവനൊരു പെണ്ണുകൂടെ അവിടെ നിന്ന് വെച്ചാൽ അവൻ വണ്ടിക്കാരനാണ്, വണ്ടിയിലെ ജോലിക്കാരനാണ്, അറിയാമല്ലോ. അതുകൊണ്ട് എന്തായാലും വേണ്ട പോലെ ചെയ്തോളെന്നാണ് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോനെ എൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഞാൻ വിളിയിൽ നിന്ന് കേട്ടോ. എവിടെ നമ്മുടെ നമ്മുടെ അനിയത്തിരമായി എനിക്കറിയത്തില്ലേ? പിന്നെ അതിന്റെ പേര് ഞാൻ പറഞ്ഞത് മരിച്ചുപോയി. മനോജ് അത് നമുക്കറിയാത്ത കേട്ടിട്ടില്ല ഇതിനകത്ത്. അപ്പൊ ഞാൻ വെളിയിൽ നിന്ന് കേട്ടോണ്ടിരിക്കുക. എന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒന്നും വേണ്ടിയില്ല. ഞാൻ ഈ പയ്യെ അങ്ങ് മാറി. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു ഉടനെ ഡാൻസർമാൻ ഇടേ അങ്ങനെയാണെങ്കിൽ ശരിയാക്കിയ എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്തോണം. പുള്ളി എന്നെ പറ്റി മരിച്ചേ ഡാൻസർ അമ്മാനെ പല എന്നെ കൊണ്ട് മരിച്ചെന്ന് പറയാൻ കേൾക്കില്ല. ഇവിടെ ആശുപത്രിയിൽ കുളികുന്നത് വീണാ സംഗതി. എന്നെ ഇഷ്ടമായിട്ടറിയോ?
ഇല്ല പേരനായിരുന്നു സുരേന്ദ്രൻ. സുരേന്ദ്രൻ. ഉടനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മയോട് ഇവരെല്ലാം കുറെ കുണകുണയെല്ലാം പറഞ്ഞു. ഞാൻ മാറി ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറെ ഞാൻ വീട്ടിലോട്ട് ഇറങ്ങിയിട്ട് ആ എന്ന് പറഞ്ഞ് ഞാൻ കയറി. അപ്പം ഞാൻ വരുന്നുണ്ടെന്ന് അറിയിക്കാനായിട്ട് എല്ലാം പറഞ്ഞ് അങ്ങോട്ട് കയറി. ഞാൻ എന്നാ എല്ലാവരും ഉണ്ടല്ലോ, എന്നാ നിന്റെ കാര്യം സംസാരിച്ചിരിക്കായിരുന്നുള്ള എൻ്റെ അമ്മാവൻ. എൻ്റെ കാര്യമാണ് ആ എൻ്റെ കാര്യം എന്താ സംസാരിക്കാൻ? അത് ഇങ്ങനെ പോയ പരിചയമില്ല. നിനക്കേ ഞങ്ങളൊരു പെണ്ണിനെ കണ്ടുണ്ട്, അതൊന്ന് പോയി കാണണം. ശബരിനായിക്കോട്ടെ. അതാണ് ഈ വിത്ത്. ആ വിത്ത് ഉടനെ വന്നതല്ല. ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, കണ്ടേക്കാം എപ്പോഴാ. അപ്പം എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ കെട്ടിയൊരു എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടെന്നേ ഇവിടെ. ആ അതിനാ കണ്ടേക്കാം. എന്നാ ഒരു കാര്യം, നാളെ ഒരു പെണ്ണെ കാണാൻ പോകണം. നാളെയോ? എനിക്ക് നാളെ വണ്ടി കയറേണ്ട ദിവസമാണ്. അപ്പം ഞാൻ അന്ന് എനിക്ക് പിറ്റേ ദിവസം ഡ്യൂട്ടി കയറേണ്ട ദിവസമാണ്. ഞാൻ ഇറങ്ങിയിരിക്കല്ലായിരുന്നു. എനിക്ക് നാളെ വണ്ടി കയറണം. അതിന് നീ വണ്ടി നീ വണ്ടി കയറിക്കോ, അതിന് കുഴപ്പമൊന്നുമല്ലേ. എവിടെയാ? 27-ലോ? 27-ലോ? അപ്പം ഞാനിങ്ങനെ മനസ്സിൽ കണക്കൂട്ടി 27 ഈ കേക്കറുടെ സൈഡിലുള്ള സർവ്വ പെണ്ണുങ്ങളെ എനിക്കറിയാവുന്ന. ഈ കേക്കറുടെ സൈഡില് കോട്ടയം വരെയുള്ള, അതായത് മുണ്ടേക്ക തൊട്ട് കോട്ടയം വരെയുള്ള സർവ്വ റോഡ് സൈഡിലുള്ള വീട്ടിലെ പെൺപിള്ളേരെ എനിക്കറിയാവുന്ന. അതല്ല 27 ഏത് വേണ? അത് നീ അറിയണ്ട. അറിയാവുന്ന അവർക്കറിയത്തില്ലല്ലോ. നിനക്കെപ്പം പോകാൻ പറ്റും? അപ്പം നിനക്കെപ്പം പറ്റും, എപ്പം പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വന്നത്തേക്ക് നമ്മുടെ മറിയാന്ന് പറഞ്ഞൊരു വേണമുണ്ടല്ലോ, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നേ. ഞാൻ പറഞ്ഞ പോകാനൊക്കെ ഒരു 6-6:30 ആകുമ്പോഴത്തേക്ക് വീട്ടിൽ പോളാം. അതിന് 6:30-ക്ക് മനുഷ്യൻ എനിക്ക് പറ്റില്ല. എനിക്ക് അന്നേ സമയമുള്ളൂ. എനിക്ക് അടുത്ത ഡ്യൂട്ടിക്കാരല്ല, ഡ്യൂട്ടിക്കാരല്ല. പിന്നെ ഇവര് അവിടെ മാറി നിന്ന് ആലോചിച്ചിട്ടില്ല. ആ ശരി, നിന്റെ സമയം പറഞ്ഞോളാം പറഞ്ഞു. പിന്നെ 6 മണി രാവിലെ വെറും 6 മണി 6 മണിക്ക് ഫിക്സ് ചെയ്തു. ആ ശരി പോയേക്കാം. അപ്പം ഇവരെങ്ങനെ അറിയിച്ചു? ഞാൻ എൻ്റെ അമ്മയുടെ ചേർത്തിയുടെ ഭർത്താവുമായിട്ടാണ് പോകുന്നത്. എൻ്റെ അമ്മയുടെ ചേർത്തിയുടെ ഭർത്താവുമായിട്ടാണ് ഞാൻ പോകുന്നത്. 27 ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു മനുഷ്യനില്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് ചോദിച്ചു, പിന്നെ അവരെ പെണ്ണെ കാണാൻ വന്ന പെണ്ണെ വിളിക്കാൻ പറഞ്ഞു. അപ്പം നിനക്ക് രാവിലെ അറിയാലോ, താഴെ താന്ന് റൂമിലോട്ട് കയറുന്ന പൊക്കല്ല.